मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। Many unbearable hours later. മേഡം ഇനിയും വന്നില്ലല്ലോ. അവര് തനിച്ചെങ്ങാനും പോയിട്ടുണ്ടാവോ? അവര് ജിമ്മിലേക്ക് പോയിരിക്കുകയാണ്. അതിന് ജിമ്മില് മൃഗങ്ങൾ ഉണ്ടാവില്ലല്ലോ. എക്സസൈസ് ചെയ്യാൻ പോയിരിക്കുക, മൃഗങ്ങളെ കാണാനല്ല. എനി ഡൗട്ട്? മേഡം ഒന്ന് വേഗം ഫ്രഷ് ആയിട്ട് വരൂ, ഞങ്ങളെല്ലാരും റെഡിയാണ്. അത് പിന്നെ സോറി മക്കളെ, നമ്മൾ ഇന്ന് സൂയിലേക്ക് പോകുന്നില്ല. ഞാൻ കുരങ്ങുകളെ കളിപ്പിക്കാൻ വേണ്ടി കഴിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തതായിരുന്നു. ഹണി, കുരങ്ങളോടൊപ്പം നമ്മൾ കളിക്കാനേ പാടില്ല. ഇപ്പൊ കുരങ്ങന്മാരെ പറ്റിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. ഇപ്പൊ പോയാലോ? ഓ ഇല്ലില്ല, ഒരിക്കലും സാധിക്കില്ല. ഞാനിന്ന് ഗന്ന സാറിന്റെ കൂടെ കോഫി കുടിക്കാൻ വേണ്ടി പോവാ. കോഫി ഞാൻ ഉണ്ടാക്കി തരാം. കന്നാസാറിനോട് വരാൻ പറഞ്ഞിട്ട് വേഗം കുടിച്ചോളൂ. ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോഫി കുടിക്കാൻ വേണ്ടിയല്ല, ഖന്ന സാറിനോട് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയാ. പറഞ്ഞ വാക്ക് തെറ്റിക്കുന്ന തെറ്റാണ്. അതുകൊണ്ട് വാക്ക് മാത്രമല്ല, കൂടെ ഉള്ളവര് മനസ്സ് പൊട്ടും. എനി ഡൗട്ട്? ഓക്കെ, ഞാൻ ശ്രമിക്കാം. ഞാൻ വേഗം ഫ്രീ ആയാൽ ഞാൻ നിങ്ങളോടൊപ്പം വരാം. ശരി ശരി, ഒന്ന് മാറ്, ഞാനൊന്ന് കുളിക്കട്ടെ. കോഫി കുടിച്ചുകൊണ്ട് കന്നാസാറിനോട് എന്താ സംസാരിക്കുക? കോഫിയെ പറ്റിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എടാ, ഇത് കോഫി ഡേറ്റാ. ഒരു കോഫി ഓർഡർ ചെയ്ത് വെച്ചിട്ട് 2 മണിക്കൂർ സംസാരിക്കും. ആ കഫേ ഓണർ വരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമ്മള് സൂയിലേക്ക് പോകുന്ന കാര്യം അത്ര തന്നെ. ലോകത്തില് സത്യം മാത്രമേ നനയ്ക്കൂ. മേഡം പറഞ്ഞതല്ലേ, അവർ ഫ്രീ ആയ ഉടനെ വരാമെന്ന്. എനി ഡൗട്ട്? ഫ്രീ ആയ ഉടൻ, ഫ്രീ ആയ ഉടൻ. ആ, ഇതിനൊരു വഴിയുണ്ട്. നമ്മള് പെട്ടെന്ന് മാഡമിനെ ഫ്രീ ആക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സൂയിലേക്ക് പോകാം. വെൽക്കം മാഡം, വെൽക്കം. ഓ, ഇതാരുടെ കാറാണ് ഗന്ന സർ? എന്റെ ഫ്രണ്ടിന്റെ കാറാ, ഇരിക്കൂ. ഓ, സൂര്യൻ മറഞ്ഞതിന് ശേഷമേ ചന്ദ്രൻ വരാൻ പാടുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കണം. കൈതട്ടു. എന്തു പറ്റി? പ്രധാനപ്പെട്ട സമയത്തെ ഇങ്ങനെയൊക്കെ ആവൂ. എത്ര തവണ ശ്രമിച്ചിട്ടും കാറ് സ്റ്റാർട്ട് ആവുന്നില്ല. എടാ, കണ്ടില്ലേ, കാറ് റിപ്പയർ ആയി. എനിക്ക് കാർ റിപ്പയർ ചെയ്യാൻ കൊടുക്കും, എന്നിട്ട് കോഫി ഷോപ്പിലേക്ക് പോകും. പിന്നെ സംസാരിച്ച് രാത്രിയാകും. നമ്മൾ സൂയിലേക്ക് പോകാൻ ഒരുപാട് ലേറ്റ് ആക്കി പോവും. നമുക്ക് ഈ കാറ് തള്ളി ഗ്യാരേജിലേക്ക് കൊണ്ടുപോകാം. വരൂ. അതെ സാറേ, സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യൂ. ഗ്യാരേജ് വരെ ഞങ്ങൾ ഉന്താൻ സഹായിക്കാം. എത്ര നല്ല ആളുകളല്ലേ. ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ, ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ, ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ, ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ. എല്ലാവർക്കും എന്റെ ഭാഗത്താ ഉള്ളത്. ഇനി ഇവളടുത്ത് മനസ്സിലുള്ളത് പറയണം. ഗാരേജ് എത്തിക്കഴിഞ്ഞു, ആഞ്ഞു പിടിച്ച് തള്ളിക്കോളൂ.
മതി, നിർത്ത് നിർത്ത്. ഓടിക്കോ, മേഡം എങ്ങാനും കണ്ട നമ്മളെ കഥ കഴിക്കും. എന്താ ഇത്? ഗാരേജിൽ ഇങ്ങനെയാണോ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ എവിടുന്നാ? നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട അബ്ദുൽ. ഇതിന്റെ ചെലവൊക്കെ ഞാൻ നിനക്ക് ചെയ്തേക്കാം. ഹൈഫൈ. ഓ ഖന്ന സർ, നമ്മൾ ഇപ്പോൾ റെസ്റ്റോറന്റിലേക്ക് എങ്ങനെയാ പോവാ? ടാക്സിയില് പോവാം. നിങ്ങൾക്കറിയില്ലേ, ഇന്ന് ടാക്സി സ്ട്രൈക്കാണ്. അപ്പൊ ഇന്ന് സൂവിലേക്ക് പോവാൻ പറ്റില്ലേ? ഒരിക്കലില്ല. അങ്ങോട്ട് നോക്കൂ, ലോഡിംഗ് ടെമ്പോ. അവരെ രണ്ടുപേരും ഇതിൽ കയറ്റി നമുക്ക് റെസ്റ്റോറന്റിലേക്ക് അയക്കാം. നിങ്ങളും റെസ്റ്റോറന്റിൽ വന്ന് തയ്യാറായിക്കോളൂ. വണ്ടി റിപ്പയർ ആയോ സാറേ? ലിഫ്റ്റ് എടുക്കട്ടെ? ആ പുറകിൽ ചെന്ന് ഇരിക്കൂ മാഡം. ആ, ഉം. എല്ലാരും ഇരുന്നില്ലേ? ആ നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോകാം. മരകഷ്ണം വെച്ചിട്ട് വണ്ടിയാണെന്ന് പറയാണോടാ? പതുക്കെ പോ. നീ എത്തുന്നതിനുള്ളിൽ ഞങ്ങള് പഞ്ചറാവുന്ന തോന്നുന്നേ. എന്താ ഖന്ന സാർ ഇത്? ടെമ്പോക്കാരനോടാണോ നിങ്ങൾ ഇങ്ങനെ കവിതയൊക്കെ പറയുന്നേ? എന്നാ നിങ്ങളടുത്തൊരു റൊമാൻറ്റിക് കവിത പറയട്ടെ. അതേ ലൊക്കേഷൻ എത്തി. ആ? വൗ. അല്ല അതെങ്ങനെയാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഈ റെസ്റ്റോറന്റിലേക്കാ വരുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് ഈ ഭാഗത്ത് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിന് കുറച്ചു മുമ്പ് നിങ്ങൾ ഇറങ്ങി, അത്രേ ഉള്ളൂ. ആ? ഓ ഇന്ന് എന്തൊരു ദിവസായത്, ഒന്നും തന്നെ ശരിയാവുന്നില്ല. ലസ്സി ഉണ്ടാക്കാൻ തൈര് വേണം. നമ്മള് മനസ്സിലെ കറി ഷെയർ ചെയ്യാൻ ഓപ്പൺ എയർ റെസ്റ്റോറന്റ് വേണം. വരൂ പോകാം. മാഡം എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എല്ലാരും തയ്യാറാണോ? എനിക്ക് ഇതാ നിങ്ങൾക്കുള്ള കോഫി. വിട്ടി തന്നെയാണ്. ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കുന്നു. അല്ല, ഞങ്ങളിവിടെ കോഫി കുടിക്കാനാ വന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ, ആ, ഇത് ഞങ്ങളുടെ വെൽക്കം ഡ്രിങ്ക് ആണ്. വെൽക്കം കോഫി. വേഗം കുടിച്ചോ, ഇല്ലെങ്കിൽ തണുത്തു പോകും. ഉം. ഇതിനി ആറാനായിട്ട് എന്താ ഉള്ളത്? അല്ലെങ്കിൽ തണുത്തിരിക്കുകയാണല്ലോ ഇത്. ഇത് കോൾഡ് കോഫിയാണെന്ന് കരുതി അങ്ങ് കുടിച്ചാ മതി മാഡം. എനിക്ക് ഹോട്ട് കോഫിയാ വേണ്ടത്. അതിന് സമയമെടുക്കും. ഇവിടെ സമയമില്ലല്ലോ. വീട്ടിനടിക്കാൻ ആവശ്യം പെയിന്റ്. മാനേജർ അടുത്ത് നിന്നെ ചെയ്യാൻ പോവാ ഞാൻ കംപ്ലൈന്റ്. ഓ അതൊക്കെ വിടൂന്നേ. നിങ്ങൾക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്താ ഇത്? നിക്ക് പറയാം. ആദ്യം ഈ സർപ്രൈസ് ഒന്ന് കണ്ടു നോക്ക്. വൗ. ഇവര് മ്യൂസിക് കേൾക്കാൻ തുടങ്ങി. നമ്മുടെ സൂ പ്ലാൻ പൊളിഞ്ഞു. ഹൈ. ഇല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഈ സംഗീത പാർട്ടി ഉടൻ തന്നെ നിർത്തിയാകണം. മനസ്സിലായോ? എനി ഡൗട്ട്? നിങ്ങൾ എന്താ ചെയ്യുന്നേ? എന്റെ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ചേടാ, എന്റെ മോതിരം. അയ്യോ നിർത്ത്. ഉടനെ നിക്ക്. എങ്ങോട്ടായി പോന്നേ? നിങ്ങളെ പപ്പി എന്റെ മോതിരം വിഴുങ്ങി. ഓ മൈ ഗോഡ്, ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ, എന്റെ അല്ല, പപ്പിയുടെ മുതുകിൽ അടിക്കേ. എന്ത്? എന്റെ ക്യൂട്ടിയെ അടിക്കാനോ? നോക്കിയേ, കന്നാ സാറിനെ അവരടിക്കുന്നു.
നീയാണോ ഹണി? അല്ല, ഞാൻ ഹണി അല്ല, അവന്റെ ട്വിൻ ബ്രദർ മണി. ബണ്ണി ശരിയല്ലേ? നിങ്ങൾ എല്ലാവരും ഇവിടെ എന്താ ചെയ്യുന്നേ? അത് പിന്നെ നിങ്ങളെ പെട്ടെന്ന് ഫ്രീ ആക്കാന്ന് വെച്ച് വന്നതാ. എന്ത്? അതെ മാഡം, മാഡമല്ലേ പറഞ്ഞത് മാഡം വേഗം ഫ്രീ ആയ ഞങ്ങളെ സൂലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് മാമിനെ എത്രയും പെട്ടെന്ന് ഫ്രീ ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. എന്റെ പിള്ളേരെ, ഗന്ന സാർ എന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. നോക്കിയേ, കന്ന സാറ് വന്നല്ലോ. ഹലോ. നിങ്ങൾ പറയാൻ വന്നത് വേഗം പറയൂ കന്ന സാർ. ഞാൻ സന്തോഷമായിട്ട് അത് നിങ്ങളായി തന്ന് പറയാന്ന് വിചാരിച്ചതാ. പക്ഷെ അതിപ്പോ ആ പപ്പി കഴിച്ചു. കൈയടിക്കൂ. അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അവരെന്നെ ഒരുപാട് അടിച്ചു. എന്ത് സംഭവിച്ചാലും അതെല്ലാം നല്ലതിനാണെന്ന് വെച്ചോളൂ. എന്തേ, ഞാൻ അടി വാങ്ങിയത് നല്ലതെന്നാ? അല്ലല്ല, മാഡം ഫ്രീ ആയില്ലേ, അതിനെ കുറിച്ച് പറഞ്ഞതാ. ഞങ്ങൾ ഇപ്പോൾ സൂവിലേക്ക് പോകാം. എനി ഡൗട്ട്? ബണ്ണി, നമ്മുടെ അധ്വാനം വെറുതെ ആയില്ല. കാറ് തള്ളിയത്, ടെമ്പോയില് ലിഫ്റ്റ് കൊടുത്തത്, കോഫി കൊടുത്തത്, പിന്നെ നന്നായിട്ട് ബാൻഡ് വായിച്ചത്, അതുകൊണ്ട് മാഡം പെട്ടെന്ന് ഫ്രീ ആയി. എന്തേ, ഇതൊക്കെ നിങ്ങളാണോ ചെയ്തത്? ഓ അതെ ഗന്ന സർ, നമ്മുടെ കോഫി ഡേറ്റിന് മറ്റൊരു ദിവസം പോയാലോ? നമുക്ക് ഈ പിള്ളേരെ സൂ കാണിക്കാൻ കൊണ്ടുപോകാം. ഇതെല്ലാം നിനക്കുള്ളതാ. കുറച്ചുകൂടെ മുമ്പിലോട്ട്. കൊള്ളല്ലേ? വീണ്ടും പറയുന്നു, ചിരിച്ചാ നല്ലത്. വീട്ടിലുണ്ടാകാരോ വളരെ നന്നായിട്ടുണ്ട്. അത് പിന്നെ ഗന്ന സർ, ഐ എം റിയലി സോറി. നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു കോഫി ഡേറ്റിന് പോകാം. ഉറപ്പ്, സത്യം, നിങ്ങളാണേ സത്യം. ആ പക്ഷേ മേക്ക് ഷുവർ അടുത്ത കോഫി ഡേറ്റ് പ്ലാൻ ചെയ്യുമ്പോ ഇവർക്കൊന്നും പ്ലാൻ ചെയ്യരുത് പ്ലീസ്. നിങ്ങൾ പ്ലാൻ ഇടുമ്പോ ആദ്യം ഞങ്ങളുടെ മാഡത്തിനോട് ചോദിക്കണം ഞങ്ങളുടെ കൂടെ പ്ലാൻ ഒന്നും ഇല്ലല്ലോ എന്ന്. ഓക്കെ?